ശല്യം ചെയ്യാതെ. ശല്യം ചെയ്യാന്ന് എന്തോന്ന് രവി ഏട്ടാ? അവധി ദിവസമായിട്ടും ബാങ്കിലെ പണി ചെയ്തോണ്ടിരിക്കുന്ന ചെയ്യുന്ന പണിയിൽ കുറച്ച് ആത്മാർത്ഥത കാണിച്ച കുഴപ്പമെന്ത്? എന്തോന്ന് ആത്മാർത്ഥത? ഇത് ഇച്ചിരി കൂടുതൽ തന്നെ. കൂടുതല? ആ, ആത്മാർത്ഥതയ്ക്ക് അതിരുവരമ്പുകളൊന്നും ഇല്ല. നീ അങ്ങനെയൊന്നും പറയാതെ. അതിർവരമ്പുകളില്ലേ? ഓഹോ, എന്നൊരു കാര്യം ചെയ്യണം. മനസ്സിൽ വിചാരിച്ചോ, അടുത്ത മാസത്തോട്ട് നിങ്ങക്ക് ശമ്പളം പകുതിയെ കിട്ടുള്ളൂ. ഇപ്പോഴാ ഞാൻ തോന്നുന്നു KSRTC ജോലി ചെയ്യണേ. ഞാൻ ഒരു നാഷണലൈസ്ഡ് ബാങ്കിലാണ് ജോലി ചെയ്യണേ. ഓക്കെ, നിങ്ങളുടെ ബാങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാണെന്ന് വിചാരിക്കും. എന്ത് ചെയ്യും? അങ്ങനെയൊന്നും പറ്റൂല. എന്ത് പറ്റൂല? അപ്പൊ ആത്മാർത്ഥത എവിടെ പോയി? അത് ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം കിട്ടണം. ആണല്ലോ, അത് തന്നെയാണ് ഞാൻ വേറെ ഭാഷയിൽ പറഞ്ഞത്. കിട്ടുന്ന ശമ്പളത്തിനുള്ള ജോലി ചെയ്താൽ മതി. മനസ്സിലായാ? ഇപ്പൊ ഞാൻ ഈ പണി തന്നെ ഇഷ്ടപ്പെടുന്നില്ല. മതിയാ? കീഴടങ്ങിയ പെട്ടെന്നാ? ഞാൻ വന്ന് ചൊറിഞ്ഞ 2 വഴക്കുണ്ടാക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് കീഴടങ്ങി കളഞ്ഞ്. വഴക്കുണ്ടാകാനാ? എനിക്ക് ബോറടിക്കായിരുന്നു. എന്തിനടി? മാമി ഒന്നാ? മാമിയാ? ഏത് മാമി? ഏത് മാമി എന്ന് അറിഞ്ഞൂടെ? നിന്റെ അടുത്ത് ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടല്ലേ പോയത് അമ്പലത്തില്? നീ കൂടെ പോകത്തല്ലേ? എന്നിട്ട് ഇപ്പൊ ഒന്നും ചോദിക്കണതിന്? അതെനിക്ക് അമ്പലത്തിൽ പോകാൻ മൂടില്ലായിരുന്നു. അമ്പലത്തിൽ പോകാൻ മൂടില്ലെന്നാ? എടി ഭക്തിയോടുകൂടി പോകേണ്ട സംഭവമല്ലേ അമ്പലം. നോക്ക്, ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് രവിയേട്ടാ? കലികാല വൈഭവം എന്നല്ലാണ്ട് എന്തോന്നും. എന്റെ ദൈവമേ, ഇനി അതിൽ പിടിച്ച് തൂങ്ങല്ലേ പ്ലീസ്. ഓക്കെ, എന്നെ വെറുതെ വിട്. ഓ പിന്നെ വെറുതെ വിടും. ഇപ്പൊ തന്നെ വെറുതെ വിടും. നോക്കിയിരുന്നോ? ചുമ്മാ ചോദിച്ചു. കിട്ടുന്ന ഗ്യാപ്പിനൊക്കെ കൺഗ്രാജുലേഷൻ പറ. എന്തിന് കൺഗ്രാറ്റ്സ് പറയുന്നത്? ഒരു കൺഗ്രാജുലേഷൻ എനിക്ക് പറ. ഓക്കെ, കൺഗ്രാറ്റ്സ്. കൺഗ്രാജുലേഷൻ. അല്ല, എന്ത് കാര്യം? അതൊക്കെ കാര്യമുണ്ടല്ലോ. അതൊക്കെ കാര്യമുണ്ടല്ലോ. എന്തോ കാര്യം? പറ മണിക്കുട്ടാ. ഒന്ന് പറ എന്റെ ചേട്ടാ. ഞാൻ പറയുന്നില്ല. അതൊക്കെ ഒരു കാര്യമുണ്ട്. കാര്യം അറിയാതെ കൺഗ്രാറ്റുലേഷൻസ് പറയാൻ പറഞ്ഞാൽ കാര്യം പറ അങ്ങോട്ട്. ഒന്ന് പറയുന്നുണ്ടോ മണിക്കുട്ടാ? മാമി ഗർഭിണിയായ? എന്റെ തന്നെ ചോദിക്കണത്. ഗർഭിണിയായ? മണിക്കുട്ടാ ഗർഭിണിയായ? ആയോ? ആണോ? ഞാൻ അറിഞ്ഞില്ല. ചേട്ടാ അറിഞ്ഞില്ലേ? ഇല്ല. അതെങ്ങനെ? ആയോ? ആയോ? അല്ലേ? ആയോന്ന് ഞങ്ങളോടാണ് ചോദിക്കുന്നത്. മണിക്കുട്ടനല്ലേ അറിയാം? ആണോ? അല്ലേ? അല്ലേ? ഇപ്പഴേ മണിക്കുട്ടൻ കൺഗ്രാജുലേറ്റ് ഞാൻ പറയാൻ എന്തിനാണ് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ചെയ്ത് എന്തിനാന്നോ? അതിപ്പോ ഞാൻ ഉദ്ദേശിച്ചത്, ഇവളുടെ ഉദ്ദേശം എന്താണെന്നുള്ള രൂപത്തിൽ ഒരു സംശയം വന്നപ്പോ ഇവൾ ഉദ്ദേശിച്ച കാര്യങ്ങള് ഞാൻ ഉദ്ദേശിച്ച കാര്യമായിട്ട് ഒത്തുപോകാത്തോണ്ട് ചില ദുരുദ്ദേശങ്ങളൊക്കെ ഇവിടെ മനസ്സിൽ തോന്നി. നിർത്ത് എന്റെ ദൈവമേ, എനിക്ക് 2 അളിയന്മാരുണ്ട്, 2 മണ്ടന്മാർ. ഓ, അളിയനും രാമു. ഞാനും രാമുമല്ല, ഈ മണിക്കുട്ട അളിയനും രാമനുണ്ണി. രവി പറഞ്ഞത് കറക്റ്റ്. രാമനെ പോലെ മരമണ്ട ലോകത്തിൽ. വിഷയം പറ. നിങ്ങൾ അതൊക്കെ ഒന്ന് വിട് പ്ലീസ്. വിഷയത്തിൽ നിന്ന് മാറിപ്പോലെ എന്തിനാണ് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? പറയാം. വിശദമായിട്ട് പറയാം. എന്റെ ഒരു കൂട്ടുകാരനെ നേപ്പാളി ജോലിയുണ്ട്. അവൻ ഈ അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ, അവിടെ നേപ്പാളില് ഒരു 6 പേർക്ക് ഈ ഗൂർഖ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. 6 പേർക്ക് മൊത്തത്തിൽ 6 പേർക്ക് ഈ ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു എന്റെ അടുത്ത്, ഒരു ആപ്ലിക്കേഷൻ കൊടു. ഈ ഗൂർഖ ട്രെയിനിങ്ങിന്. അങ്ങനെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. എനിക്ക് മനസ്സിലായി. മൊത്തത്തില് അല്ലെ, ഇത് കേക്ക്, മൊത്തത്തിൽ ഇന്ത്യ മൊത്തത്തിൽ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്ത് 6 പേരെ സെലക്ട് ചെയ്തു. 6 പേരെ. അത് തന്നെ. അതിൽ ഇത് കേക്കളിയാ. അതില് ഞാന് അഞ്ചാമതായി. അത് തന്നെ ഞാൻ പറയാൻ പോയത്. അവിടുത്തെ ഗൂർഖകൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ മണിക്കൂറിനെ സെലക്ട് ചെയ്ത്. അതാണ് എനിക്ക് മനസ്സിലായി. അല്ലളിയാ, അങ്ങനെ ചീപ്പായിട്ടുള്ള പണിയൊന്നുമല്ല. അങ്ങനെ ട്രെയിനിങ് കൊടുക്കാനൊന്നുമല്ല. അങ്ങനെ ഗൂർഖ ട്രെയിനിങ് എടുക്കാൻ വേണ്ടി, കൊടുക്കാനല്ല, എടുക്കാൻ. എടുക്കാനാ? ഗൂർഖയായിട്ടുള്ള സെലക്ഷൻ കിട്ടി എനിക്ക്. ട്രെയിനിങ് എവിടാന്നറിയോ നിനക്ക്? എവിടെ വെച്ചാ അങ്ങ് നേപ്പാളി വെച്ച്. ഇത് വേറെ ഒന്നുമില്ല, എനിക്ക് മനസ്സിലായി. നേപ്പാളിൽ പോയി കറങ്ങാനുള്ള പരിപാടിയല്ലേ? നേപ്പാളിൽ പോയി കറങ്ങി. എടി, ഉത്തരേന്ത്യ മൊത്തം നൈനിതാൾ, അവിടെ എല്ലാം ഞാൻ കറങ്ങിയിട്ടുള്ള. പഞ്ചാബ്, ഗുരുദാസ്പൂർ, അവിടെ എല്ലാം കറങ്ങിയിട്ടുള്ള. സിംല, ഡെഹ്റാഡൂൺ, അവിടെ എല്ലാം കറങ്ങിയിട്ട്. ഇനി എനിക്ക് എന്തിനാ നേപ്പാൾ? ഒരു കാര്യമില്ല. ഇതെനിക്ക് ട്രെയിനിങ് കിട്ടണം. എന്റെ ആത്യന്തികമായ ലക്ഷണമാണ്. നിങ്ങൾ ആരും ഇതിരിക്കരുത്.
ഒന്നുകൂടി ആലോചിക്കും മണിക്കട്ടെ, ഒന്നുകൂടി ആലോചിക്കും. ഒന്നും ആലോചിക്കാനില്ല അളിയാ, ഒന്നും ആലോചിക്കാനില്ല. ഞാൻ അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തട്ടെ. ഒന്നും മിണ്ടായിരുവാ ചുമ്മാ. മാറുവഞ്ഞ ഓരോ വള്ളിക്കെട്ടിനടുത്ത് തല വെച്ചോണ്ട് വരണോ പിന്നെ? അല്ല ശ്രീകുട്ടി സമ്മതിക്കൂ? ആ ഇപ്പൊ സമ്മതിക്കും, ചെന്ന് ചോദിച്ചാ മതി. ആ അപ്പൊ ഇവിടെ ഒരു അംഗം കാണാം. മാക്കു ആ ശ്രീകു, മാക്കു കൂർക്കാ പണിക്ക് വേണ്ടി ട്രെയിനിങ്ങിനെ അതിനു വേണ്ടി നേപ്പാളിൽ പോണെന്ന് കേട്ടു. ഞാൻ പോകുന്നുണ്ട് ശ്രീകു. എന്നാലും എന്നോടൊരു അഭിപ്രായം പോലും ചോദിച്ചില്ലല്ലോ. അല്ല, നീ ഇപ്പൊ അമ്പലത്തിൽ പോയിരുന്നല്ലേ, പോയിട്ട് വന്നിട്ട് പറയാമെന്ന് വിചാരിച്ചു. എന്നാലേ മാക്കു കൂർക്കയാവാൻ പോണ്ട. പോണ്ട. അല്ല, അത് ശ്രീകുന് അറിയാൻ കഴിഞ്ഞിട്ടാ. ഈ ഗൂർഖ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഗൂർഖയായിട്ട് സർവീസിൽ കയറും, പിന്നീട് പ്രൊമോഷൻ കിട്ടി 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 ഉയർന്നു 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 അവസാനം ബ്രിഗേഡിയർ ഗൂർഖ വരെ ആവും. ബ്രിഗേഡിയർ ഗൂർഖ, കേണൽ ഗൂർഖ. കേണൽ ബ്രിഗേഡിയർ ഗൂർക്കയല്ല, ബ്രിഗേഡിയർ കൂർക്ക. നീ എന്ത് വേണേലും പറഞ്ഞു, ഗൂർഖയെ പറ്റി പറയരുത്, അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. മാർഷൽ ആർട്സ് പഠിച്ചവനാണ് ഈ പുലിയുടെ വീട്ടിൽ മണിക്കുട്ടൻ. എനിക്ക് ഗൂർഖ ട്രെയിനിങ് വിലപ്പെട്ടതാ, നീ അതിനെതിരെ നിൽക്കുന്നു. ഒരു കൂർക്കം. നിനക്കറിയാവോ, പോലീസുകാർക്ക് ആരെയും കൊല്ലാൻ പറ്റത്തില്ല, പക്ഷെ ഒരു ഗൂർഖയ്ക്ക് ആരെയും കൊല്ലാം. ഒരു കൂർക്ക എന്ന് പറഞ്ഞ ഏതെങ്കിലും പോയി തട്ട്, ജീവിതകാലം മുഴുവനും അഴി എണ്ണി കിടക്കാം. കേരള പോലീസ് അത്ര മണ്ടന്മാരൊന്നും അല്ല. എന്ത് കേരള പോലീസിന്റെ കാര്യമോ? അതൊന്നും എന്റെ അടുത്ത് വിളമ്പല്ലേ. ഡെയിലി പേപ്പർ എടുത്ത് നോക്കി അറിയാം പോലീസുകാരുടെ വിവരം. പോലീസിനെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ സംസാരിക്കുന്നോടി. എന്റെ കൂർക്കയെ തൊട്ട് കളിച്ചു കഴിഞ്ഞുണ്ടല്ലോ, ഇതുപോലെ എനിക്ക് ഫീൽ ചെയ്യും. ഇനി എന്തൊക്കെ പറഞ്ഞാലും മാക്കു കൂർക്കയാവാൻ പോണ്ട പോണ്ട പോണ്ട. പോണം. നീ പോലീസ് ജോലിക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ 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 ഉണ്ടോ? ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാ. അതുപോലെ ഈ കാര്യം ഞാൻ ആദ്യമായി പറയുക, എനിക്ക് ഗൂർഖ ആയിത്തീരണം. ഗൂർഖ ട്രെയിനിങ്ങിന് പോയേ പറ്റൂ. ഞാൻ പോകും. ബാഗ് എന്നിട്ട് ഒരു കിലോ കൂർക്കയും കൂടെ കൊണ്ടുപോകും. എന്റെ ബാഗ് ചെറുതായി പോയി, കാണിച്ചു തരാം. അവിടെ ബാഗ് എടുത്തോണ്ട് പോകുന്നില്ലേ? അളിയന്റെ ബാഗ് ഉണ്ടോ മുഴുത്തത്? എന്റെ ഈ ചെറുതാ, അതിനകത്ത് ഡ്രസ്സൊന്നും കൊള്ളത്തില്ല. അപ്പൊ പോകാൻ തീരുമാനിച്ചു. എന്താ അളിയാ, പുലിയുടെ വീട്ടിൽ മണിക്കൂട്ടി ഒരു തീരുമാനം എടുത്താൽ തീരുമാനം തന്നെ ആയിരിക്കും. അത് ഏത് പോലീസുകാർ വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റത്തില്ല. ശ്രീകുട്ടിയായിട്ട് ഉടക്കായോ? അളിയാ, എന്തും ഞാൻ ക്ഷമിക്കും, പക്ഷെ ഗൂർഖകളെ പറ്റി കുറ്റം പറഞ്ഞാല് അതെനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. ബാഗ് തരാൻ പറ്റുമോ? ബാഗ് തരാം, പക്ഷെ മണിക്കൂട്ടാ ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഒന്നുകൂടെ ആലോചിക്കുന്നില്ല അളിയാ. അളിയന് ബാഗ് തരാൻ പറ്റുമോ? എനിക്ക് 1 മണിക്കാ ട്രെയിന്. എങ്ങോട്ട്? നേപ്പാളിലോട്ട്. തരാൻ പറ്റുമോ ബാഗ്? ബാഗ് തരാം, ബാഗ് തരാം. എന്റെ അളിയാ, എനിക്കൊന്ന് നേപ്പാളിൽ നിന്ന് വിളിക്കാന്ന് തോന്നുന്നു. ഹലോ, മേഹൂം മണിക്കുട്ടൻ ജി. ഹാ ജി, ശരി സാർ. കേൾക്കൂ 5610. എന്തായിരുന്നു? എന്താ സാറേ പറഞ്ഞു? വരാം സാർ, വരാം. അളിയ പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിച്ചത്. പോലീസ് സ്റ്റേഷനിൽ നിന്നാ? ഇനി അളിയന്റെ വണ്ടിയുടെ നമ്പരൊക്കെ പറഞ്ഞിട്ട്? കേൾക്കും 5610 പറഞ്ഞ് എനിക്കൊരു സ്കൂട്ടർ ഇല്ലായിരുന്നു. അത് വിറ്റില്ലേ? അത് വിറ്റുപോയി. പക്ഷെ അത് അതിന്റെ ഏതാണ്ട് കാര്യം പറയാൻ വേണ്ടി എന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചിരിക്കുക. പോലീസ് സ്റ്റേഷൻ? അളിയിൽ നിന്ന് പോകാൻ പറ്റുമോ? ഞാൻ എന്തിനു പോണു? അല്ല, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറുന്ന ഒരു ചെറിയ പേടിയാ. അത് മണിക്കൂട്ടനല്ലേ വിളിച്ചത്, അപ്പൊ മണിക്കൂട്ടൻ വേണ്ടേ പോയെ? അല്ല, എന്ത് കാര്യം? എന്ത് അളി കാര്യമൊന്നും പറഞ്ഞില്ല. ഇന്ന മോട്ടോർ സൈക്കിൾ എന്റെ ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ ആന്ന് പറഞ്ഞു, അത്രേ പറഞ്ഞുള്ളൂ. എന്നൊരു കാര്യം മണിക്കൂട്ടൻ പെട്ടെന്ന് പോകും. അല്ല, ഞാൻ ഒറ്റയ്ക്ക് പോകാലോ അളി. ഇപ്പോഴത്തെ കാലത്ത് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയാകത്തില്ല. തിരിച്ചു വരാൻ പറ്റുമെന്ന് പോലും സംശയമാ. അങ്ങനെയൊന്നും അളിയനുണ്ടോ? പ്ലീസ് പ്ലീസ് അളിയനുണ്ടോ? പ്ലീസ് പ്ലീസ്. ഞാൻ വരാം, പോവാം. അപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റേഷനിലോട്ട് തന്നെ പോവാം. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ? റെയിൽവേ സ്റ്റേഷനില്ല, പോലീസ് സ്റ്റേഷനില്. അളിയ 1 മണിക്കാ ട്രെയിന്.
12 മണിയായി 12 മണിയായി. വാ പെട്ടെന്ന് പോവാം. വാ വാ. എന്നാലും നേപ്പാളിൽ പോണെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് പെട്ടെന്ന് രവിയുടെ കൂടെ വന്നേരത് എവിടെ പോയി? അമ്മാ ചായ. ആവുന്നേ ഉള്ളൂ. പിങ്കി, നിന്റെ മാമനും അച്ഛനും എവിടെ പോയെന്ന് പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. പക്ഷെ അച്ഛനൊരു കോള് വന്നായിരുന്നു. ആര്? വക്കീല്. വക്കീലോ? ഓ, അവരെന്താ സംസാരിച്ചെന്ന് കേട്ടോ? ഞാൻ കേട്ടില്ല. അതിന് മുമ്പ് എന്നെ ഓട്ടിച്ചിട്ട്. വക്കീലിനെ കാണുന്ന എന്തിനാ? വക്കീലിനെ കാണാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഡിവോഴ്സിനായിരിക്കും. മണിക്കുട്ടിയോട് വല്ലതും പറഞ്ഞായിരുന്നോ? അറിയാഞ്ഞിട്ടൊരു സമാധാനം ഇല്ലല്ലേ. എന്നാലേ ഒരു കാര്യം ചെയ്യട്ടെ, ആരോടും പറയരുതെന്ന് പറഞ്ഞതാണ്. എന്നാലും ഞാൻ പറഞ്ഞേക്കാം. അവരെ സ്റ്റേഷനിലേക്ക് പോയതാ. സ്റ്റേഷനിലേക്കോ? എന്തിന്? സ്റ്റേഷനിൽ പോയത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നേരത്തെ ചേട്ടനൊരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു, മണിക്കുട്ടി ചേട്ടന്. ചേട്ടന്റെ പഴയ ബൈക്കിന്റെ നമ്പർ പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ വണ്ടിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഇല്ല, എന്റെ പഴയ വണ്ടിയാണെന്ന്. എന്തായാലും സ്റ്റേഷനിലേക്ക് ഇതിന്റെ പേരൊന്ന് പോവാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് സംഭവം. മാമിക്ക് തിരക്കാറിനൂടെ സ്റ്റേഷനിലെ കാര്യമൊക്കെ? ഏതാ സ്റ്റേഷൻ? പോലീസ് സ്റ്റേഷൻ. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പറ്റുമോ നിനക്ക്? എന്തായാലും എന്നോട് ഈഗോ പിടിച്ചിട്ടൊന്നും പറയാതെ പോയതല്ലേ. വരട്ടെ. സമയത്ര? അയ്യോ, 2 മണി. മാമന് നേപ്പാളിൽ പോണ്ടേ? ഈശ്വര, നേപ്പാൾ യാത്ര മുടങ്ങണേ. മാമനാണെന്ന് തോന്നുന്നു. ബാ ബാ. മാമാ, എന്താ പ്രശ്നം? എന്താ മാക്കു? എന്താ പ്രശ്നം? എന്താ മിണ്ടാത്തേ? എന്തിനും പറ. മാക്കു എന്തെങ്കിലും പറഞ്ഞിട്ട് പോ. ചേട്ടാ, മാക്കു, മാമ ഇങ്ങനെ പോയാലോ? അച്ഛൻ എന്തുവാ പ്രശ്നം? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറ, എന്തു പ്രശ്നം? അതെ, മണിക്കൂറിന് പണ്ടൊരു 2 വീലർ ഉണ്ടായിരുന്നല്ലോ. അത് വിറ്റിട്ട് കുറെ നാളായി. പക്ഷെ അതിന്റെ ഓണർഷിപ്പ് ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, ഏതോ ഒരു തലചീർത്തവൻ ആ വണ്ടി കൊണ്ടുപോയിട്ട് ഒരു പെണ്ണുപിള്ളയുടെ മാല കെടുത്ത് പൊട്ടിച്ചു. അവരിപ്പോ നോക്കിയപ്പോഴത്തേക്ക് RC ഓണർ മണിക്കുട്ടനാണ്. ഇപ്പൊ മണിക്കുട്ടൻ പ്രതിയായിരിക്കാണ്. അയ്യോ, പ്രശ്നമാണല്ലേ? പ്രശ്നമാണ്. ഞാനേ SI എടുത്ത് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ പ്രതി മണിക്കൂട്ടം തന്നെ ആവുന്നുള്ളതാണ്. ശ്രീകുട്ടി വിചാരിച്ചൊന്നും നടക്കൂല ഇതില്. ഏതാ സ്റ്റേഷൻ? കിളിമല്ലൂര്. കിളിമല്ലൂര്. അവിടെ ഇപ്പൊ വിനോദ് സാറോ? ഈ നേരത്തെ വിളിച്ചാൽ കിട്ടില്ല, ഡ്യൂട്ടി ടൈം അല്ലേ. എന്തായാലും ഞാൻ ശ്രമിക്കാം. അപ്പൊ മണിക്കുട്ടിന്റെ നേപ്പാളിൽ പോക്കും മുടക്കും. എല്ലാം നല്ലതിനാണ് മക്കളെ. മാമ ഇത് ഒരുമാതിരി മറ്റടുത്ത വർത്താനം പറയരുത് കേട്ടോ. ഇവിടെ ഞാൻ ഒന്നും വേറെ ഉദ്ദേശിച്ച് ഒന്നും പറയണ്ട. ഒരുത്തനൊരു സങ്കടം വരുമ്പോ സന്തോഷിക്കുന്നു. മാക്കു, ഞാൻ ഒന്നും അത് ഉദ്ദേശിച്ചു. മാമ ഒന്നും പറയണ്ട. ഇതൊരു ചെറ്റത്തരം വർത്താനമായി പോയി. മണിക്കുട്ട, ഇത് 2 വർത്താനം പറഞ്ഞേ പറ്റൂ. മാമൻ എന്താ വിചാരിച്ചത്? എനിക്കൊരു വിഷമം വന്നപ്പം മാവൻ സന്തോഷിക്കുന്നു. അയ്യോ, അങ്ങനെ മാമൻ കാണിച്ച ചെറ്റത്തരം 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 ചെറ്റത്തരം. ചേട്ടാ, ക്ഷമിക്കേട്ടാ. ഇതിന്റെ ഫലം അനുഭവിക്കും മാമ, ഫലം അനുഭവിക്കും. ഇങ്ങനൊന്നും പറയല്ലേ. അയ്യേ പോടാ മാമ. മണിക്കുട്ട, അയ്യോ മാമ, വിചാരിക്കില്ലേ മാമ? ഞാൻ ഇതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല മക്കളെ. അല്ല, അത് ഞങ്ങൾക്ക് മനസ്സിലായി മാമ. അതെ, പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ പറഞ്ഞാണ് മാമ. കുഴപ്പമില്ല മാമ. മാമന് വിഷമായി. എന്ത് പണി കാണിച്ചിട്ട് പോയ ചേട്ടൻ ഇത്? ആരോട് എന്ത് സംസാരിക്കണോ പറഞ്ഞിട്ടേ? നീ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. വാ, ഇങ്ങനെയൊക്കെ വിളിക്കുന്നേ. വാ. മാമ, മാക്കുവിന് വേണ്ടി ഞാൻ മാമനോട് ക്ഷമ ചോദിക്കാം. അതിനൊന്നും ആവശ്യമില്ല മക്കളെ. അപ്പൂന് വിഷമായ? വിഷമൊന്നുമല്ല മക്കളെ. പക്ഷേ അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല മക്കളെ. മാമ, മാക്കുവിന്റെ സ്വഭാവം അറിയാലോ. ദേഷ്യം വന്നാ പിന്നെ കണ്ണും മൂക്കും ഒന്നും കാണത്തില്ല. ഫോട്ടോ എന്റെ മോൻ പറയും പോലെ ഞാൻ വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഇതാണ് പറഞ്ഞത്. വയസ്സായി കഴിഞ്ഞാലേ പറയേണ്ടതേ പറയാവൂ, ചെയ്യേണ്ടതേ ചെയ്യാവൂ. ഇത് എനിക്കൊരു പാഠമായി മാറി. അപ്പു ചുമ്മാ സെന്റ് അടിക്കല്ലേ? അപ്പു ഉണ്ടായിരുന്ന സെന്റ് അല്ലേ മക്കളെ,
എൻ്റെ ചെറുപ്രായത്തിലെ പണ്ട് സിറ്റിയിൽ പോയാലേ കാറുകൾ കാണാൻ പറ്റും. കാറ്, ജീപ്പ് ഇതൊക്കെ കാണാൻ പറ്റും. അന്ന് ഈ കാർ എന്താണെന്നും ഏതാണെന്നും അപ്പൂപ്പൻ അറിഞ്ഞൂടല്ലോ. കൊച്ചിലെ സിറ്റിയിൽ പോയപ്പോൾ ഒരു ദിവസം അപ്പൂപ്പൻ ഒരു കാറ് കണ്ടു. നോക്കിയിട്ട് അപ്പൂപ്പ അതിൽ വിരൽ വെച്ചൊന്ന് തൊട്ടു നോക്കിയപ്പോ അതിന്റെ മുതലാളി കണ്ടിട്ട് എന്നെ ഇനി പറയാൻ ഒന്നുമില്ല. അവരൊക്കെ വലിയ പണക്കാരല്ലേ മക്കളെ, നമ്മൾക്ക് പണവുമില്ല ഒന്നുമില്ല. പള്ളി ചെരുപ്പ് വിട്ട് നമ്മളങ്ങ് നടക്കുകയില്ലേ. അവർ പറഞ്ഞു അത്രയും കേട്ടു. അന്നും ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഭഗവാനെ നമുക്കും പൈസ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ വാങ്ങിക്കാലോ. അതേപോലെ നമ്മൾ പറയേണ്ടത് പറയാവൂ, ചെയ്യേണ്ടത് ചെയ്യാവൂ. ഇത് എനിക്കൊരു പാഠമാണ് മക്കളെ. മാമ എല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. അയ്യോ എൻ്റെ മക്കളെ, എൻ്റെ മനസ്സിലൊന്നുമില്ല. ഞാൻ എല്ലാം കളഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, രാമുവിനെ പോലെയാണ് ഞാൻ അവനെ നോക്കണം. ഞാൻ എല്ലാം കളഞ്ഞു. ഒരു കാര്യം, എനിക്ക് ശകലം ക്ഷീണമുണ്ട് മക്കളെ. ഞാൻ ഇവിടെ കിടക്കാം, നിങ്ങളകത്തോട്ട് പോ മക്കളെ. ചായ എന്തേലും വേണോ? ഒന്നും വേണ്ട മക്കളെ, ഞാൻ വേണമെങ്കിൽ വരാം. ശരി. അതെ മണിക്കുട്ടാ. അതെ ചേട്ടാ, ഇങ്ങോട്ട് നോക്കിയേ. മാമനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു കേട്ടോ, തെറ്റായിപ്പോയത്. അതെ, അതാണ് എൻ്റെ അഭിപ്രായം. മാമൻ പറഞ്ഞത് നിങ്ങളും കേട്ടായിരുന്നല്ലോ. മാമൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്നും പറഞ്ഞ് ചേട്ടൻ തിരിച്ച് മാമനോട് ഇങ്ങനെ പറയാൻ പാടില്ല. അതെന്താണെന്നറിയുമോ, മണിക്കുട്ട ഈ നേപ്പാളിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായി. അപ്പൊ ആ വിഷമത്തിലാണ് മാമ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇത്രയും പ്രായമുള്ള ആളല്ലേ മണിക്കുട്ടാ. ആണോ? എന്റെ നേപ്പാളി പോക്ക് മുടങ്ങി, ഗൂർഖ ട്രെയിനിങ് മുടങ്ങി. എനിക്ക് ഇതിനകത്തൊക്കെ വലിയ സങ്കടമുണ്ട്. അപ്പൊ ഒരവസ്ഥയിലും അങ്ങനെ അത് സന്തോഷിക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞപ്പോ എന്റെ കൺട്രോൾ പോയി. ചേട്ടാ, ചില വാക്കുകൾ ചില സമയത്ത് ഉപയോഗിക്കുമ്പോണ്ടല്ലോ മറ്റുള്ളവരെ മനസ്സിൽ അത് എത്ര മുറിവുണ്ടാക്കുന്നുള്ള നമ്മളും കൂടെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇത്തരം കാര്യങ്ങൾ വരുമ്പോ എന്റെ കൺട്രോൾ പോവുക. എനിക്ക് കുറച്ചു നേരം ഒന്ന് സമാധാനമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കണം. ഞങ്ങൾ ശല്യമായോ? നമ്മളാണിപ്പോ പ്രശ്നക്കാരല്ലേ? നോക്ക് പറയണേട്ടോ. നോക്ക് മണി, നീ നിർത്ത്. നീയും കൂടെ തുടങ്ങണ്ട. നില്ലേ അതെ, മണിക്കൂട്ടം ഒറ്റയ്ക്ക് ഇരിക്കും. കുറച്ചു നേരം ഒന്ന് കൂളായിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുക. ഓക്കെ, നമുക്ക് പോയേക്കാം. നമ്മൾ പറയണ്ട. മണിക്കൂട്ടം ഇരിക്കട്ടെ. വാ നീ വാ. ചേട്ടാ, എന്തൊന്നും ഇരിപ്പത്? മാക്കൂ, എന്തെങ്കിലും ഒന്ന് പറ. മണിക്കൂട്ട നോക്ക് ഈ ന്യൂസ് നോക്ക്. കുളത്തുപുഴയിൽ നടന്ന സംഭവം നോക്ക്. കുളത്തൂപ്പുഴയിൽ നിന്നാണ് ഇവരെ പോലീസിനെ രക്ഷിക്കാനായത്. നേപ്പാളിലേക്ക് ഗൂർഖ ട്രെയിനിങ് എന്ന വ്യാജേനയാണ് 5ഓളം ആളുകളെ ഇവർ കടത്തിക്കൊണ്ടുപോയത്. ഇവരെ അസാമിലേക്ക് നരബലിക്കായാണ് കൊണ്ടുപോയതെന്ന് പദ്ധതിയുടെ മുഖ്യ സൂത്രധാരൻ അരുൺ നായിക്കിൽ നിന്നും പോലീസിന് കിട്ടിയ വിവരം. ഇതിനു മുമ്പും ഏകദേശം 10ഓളം ആളുകളെ ഗൂർഖ ട്രെയിനിങ് എന്ന വ്യാജേന അസാമിലെ ഉൾനാടൻ പ്രദേശത്തെ ആഭിചാര ക്രിയകൾക്കും നരബലി നടത്തുവാനും കൊണ്ടുപോയത് എന്നാണ് അറിയാൻ സാധിച്ചത്. ഭഗവതി, മാമ അത് തുറന്ന് കേട്ടല്ല. ഗൂർഖ ട്രെയിനിങ് ഇതിനല്ലേ പോകാൻ വേണ്ടിയിരുന്നത്? നിനക്ക് വല്ലതും പറയാനുണ്ട? ഇതാണ് പറഞ്ഞത് എല്ലാം നല്ലതിനെന്ന്. മാമനോട് ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഏതാണ്ടൊക്കെ വിളിച്ച് പറഞ്ഞു. മാമൻ എന്നോട് ക്ഷമിക്കണം. അതിനൊന്നും കാര്യമില്ലേ, അതൊക്കെ ഞാൻ കളഞ്ഞു. അല്ല മാമ, അതേ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ കിട്ടത്തില്ല മാമ. ഞാൻ പറയുന്നത് എന്താന്ന് പോലും എനിക്ക് തിരിച്ചറിയത്തില്ല. സാരമില്ല. അല്ല, മാമനോട് ദേഷ്യം വല്ലതും ഉണ്ടോ? എനിക്ക് ഒരു ദേഷ്യവും ഇല്ല നിന്റെ അടുത്ത്. ശരിക്കും പറഞ്ഞാലേ അറിയാത്ത കേസിന് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്ന് പിന്നെ എന്റെ ട്രെയിനിങ് മുടങ്ങി എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായി. അതെ, ഇതിനു മുമ്പ് ഗൂർഖ ട്രെയിനിങ്ങിന് പോയവരെ അവര് കൂർക്കയിലൂടെ കറി വെച്ച് തിന്നാണോ അല്ലേ? ഇനിയിപ്പൊ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ആരും സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചായിരുന്നു. മാല പൊട്ടിച്ചവനെ പൊക്കിയിട്ടുണ്ട്. പിന്നെ വണ്ടി മോഷ്ടിച്ചത് അവനാന്ന് സമ്മതിക്കുകയും ചെയ്തു. രക്ഷപ്പെട്ട്. അല്ല, അതിപ്പോ ശ്രീകുട്ടിയുള്ളപ്പോ എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ.
പക്ഷെ രാവിലെ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല കേട്ടോ കൂർക്കേ